നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കർത്താവിൻ്റെ ഹിതം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ഹിതം നാം കർത്താവിനെ പോലെ ആകണം എന്നതാണ്. അതാണ് കർത്താവ് നാം ആരും നശിച്ചു പോകരുത് എന്ന ആ വാത്സല്യം നിമിത്തം, അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നിരിക്കുന്നത്. നാം നശിച്ചു പോകാതിരിക്കണമോ, നാം കർത്താവിനെ പോലെ ആകണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നാം നശിച്ചു പോകാതിരിക്കണമോ, നാം കർത്താവിനെ പോലെ ആകണം. അല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല എന്നതാണ് സത്യം. മാനസാന്തരം എന്നാൽ കർത്താവിനെ പോലെ ആകുവാനുള്ള ഒരു യാത്രയാണ്. മാനസാന്തരം അതായത് ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവുമായുള്ള ആ പിതൃബന്ധത്തിൽ ഉള്ള ജീവിതം. എന്നാൽ ക്രിസ്തുവിനോട് അനുരൂപരാകുക, ക്രിസ്തുവിനെ ധരിക്കുക, ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തുവുമായി ഒന്നായി ചേരുക, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറുക എന്നതാണ് എന്ന സത്യത്തെ ഒരു പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ നാമത്തിൽ മറന്നു പോകരുതെന്ന് ഞാൻ വ്യക്തമായിട്ട് എല്ലാവരോടും പറയുകയാണ്. നിങ്ങൾക്ക് മറ്റ് നിലവാരത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കുവാനായിട്ട് അനേകം ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അവരോടെല്ലാം പോയിട്ട് അതെല്ലാം കേൾക്കാനുള്ള അവസരവും നിങ്ങൾക്ക് എല്ലാ നിലവാരത്തിലും ഉണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളോട് മറ്റുള്ളവർ സംസാരിക്കുന്നതല്ല സംസാരിക്കുവാനുള്ളത്. എനിക്ക് കർത്താവിനെ പോലെ ആകുവാൻ, കർത്താവിൻ്റെ മനസ്സുള്ളവരാകുവാൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് പറയുവാനാണ് കർത്താവ് എന്നെ ആക്കിയിരിക്കുന്നത്. ഈ ഒരു ചെറിയ ഉദ്യമം ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടയാക്കുന്ന അരുമനാഥനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ആധാരമാക്കി ക്രിസ്തേശുവിൻ്റെ മനസ്സിനെ കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലവാരത്തിൽ, ആത്മീകമായി വളർന്നതിൻ്റെ നിലവാരത്തിൽ, കർത്താവ് തന്നതിൻ്റെ നിലവാരത്തിൽ, കർത്താവ് വളർത്തിയതിൻ്റെ നിലവാരത്തിൽ, ഇന്ന് അതൊരു വ്യത്യസ്ത നിലവാരത്തിൽ തന്നെ സംസാരിപ്പാൻ, കുറച്ചുകൂടെ പക്വതയോടെ സംസാരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും ഇടയാക്കിയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഈ ലോകത്തോട് അനുരൂപർ ആകരുത്. എവിടെ? റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയുന്നു, നാം ലോകത്തോട് അനുരൂപർ ആകരുത്. ഇങ്ങനെ പറയുമ്പോൾ ഈ മലയാളം തന്നെ മനസ്സിലാക്കാൻ പാടാണ്. ഇത് പഴയ മലയാളമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നാം ഈ ലോകത്തെ അനുകരിക്കരുത്. അതായത് ഡോണ്ട് കോപ്പി ദ ബിഹേവിയർ ആൻഡ് കസ്റ്റം ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ സ്വഭാവവും ഈ ലോകത്തിൻ്റെ ആചാരങ്ങളും നടത്തിപ്പുകളും പ്രവൃത്തികളും അനുകരിക്കരുത് എന്ന് വേദപുസ്തകം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു സാക്ഷാൽ വചനമായവൻ തൻ്റെ വചനത്തെ, താൻ വചനമാണ്, ആ വചനത്തെ തന്നെ തൻ്റെ ആത്മാവ് നമുക്ക് വ്യക്തമായ നിലവാരത്തിൽ പഠിപ്പിച്ചു തരുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇത് പഠിപ്പിക്കുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, നാം ക്രിസ്തുവിനോട് അനുരൂപരായി തീരണം. നാം ക്രിസ്തുവിനോടുകൂടെ മാത്രം ചേർന്നിരിക്കണം എന്ന ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് എന്ന സത്യത്തെ ഒരു പ്രിയപ്പെട്ടവരും മറന്നു പോകരുത് എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ന്റെ 2 ഞാൻ നിങ്ങളെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ലോകത്തിന് അനുരൂപർ ആകരുത്. അതായത് ഈ ലോകത്തിൻ്റെ പാരമ്പര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ നടപ്പ്, ഈ ലോകത്തിൻ്റെ സ്വഭാവം, അതൊന്നും കോപ്പി ചെയ്ത്, അതൊന്നും അനുസരിച്ച് നടക്കുന്നവർ ആകരുത് എന്ന് വ്യക്തമായി പറയുകയാണ്. അതായത് അതനുസരിച്ച് നടക്കണമെങ്കിൽ
അത് അനുകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അപ്രകാരമുള്ള മനസ്സും അപ്രകാരമുള്ള കാഴ്ചപ്പാടും ഉണ്ട് എന്നാണ് അർത്ഥം. കർത്താവ് പറയുന്നു, അപ്രകാരമുള്ള കാഴ്ചപ്പാട്, അപ്രകാരമുള്ള മനസ്സ് എല്ലാം മാറ്റുക. ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്നത്, എന്നെ നോക്ക്, ഞാൻ എന്താണെന്ന് എൻ്റെ വചനത്തിൽ നിന്ന് പഠിക്ക്, അതിനായിട്ട് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഈ ലോകത്തോട് അനുരൂപരാകാതെ എങ്ങനെയാകണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ബട്ട് ലെറ്റ് ഗാഡ് ട്രാൻസ്ഫോം യു into a new person by changing the way you think. But let God transform you. ദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ തന്നെ നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റുവാൻ, നിങ്ങളുടെ മനസ്സിനെ മാറ്റുവാൻ അനുവദിക്കുക എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു. നിങ്ങളുടെ മനസ്സിന് രൂപാന്തരം പ്രാപിപ്പാൻ, നിങ്ങൾ ക്രിസ്തുവിനോട് അനുരൂപരായി തീരുവാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങളുടെ മനസ്സിന് രൂപാന്തരം വരുവാൻ, നിങ്ങളിൽ ഒരു രൂപാന്തരം വരുത്തുവാൻ ദൈവത്തെ അനുവദിക്ക എന്ന് വ്യക്തമായിട്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ നിന്ന് എന്നോടും നിങ്ങളോടും ഇടപെടുകയാണ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, if you turn back and look into your own life, our own life, we will see a chain of failures, episode after episode of disappointment, tears, miseries. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, ഒരു വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം. ഓരോ ദിവസവും എന്നാണ് ഇനി അടുത്തുണ്ടാകാൻ പോകുന്നതെന്നുള്ള ചിന്തയിൽ മാത്രം ജീവിക്കുന്ന ജീവിതമായി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. ഭയം, ഭയം, ഭയം. ഒരു പ്രശ്നം തീരണ്ട, അതോട് ചേർന്ന് അടുത്ത പ്രശ്നം. ആ പ്രശ്നം തീരണ്ട, അടുത്ത പ്രശ്നം. എല്ലാ രീതിയിലും ദോഷം മാത്രം. ഒരു രീതിയിലും ദോഷം മാറാൻ പ്രാർത്ഥിക്കാനല്ലാതെ, ഈ വിഷയത്തിൽ നിന്നൊരു വിടുതൽ വരണം എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ, സ്വതന്ത്രമായിട്ട് ദൈവത്തിൻ്റെ നന്മയെന്ത്, കരുണയെന്ത്, പ്രസാദമെന്ത്, ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് ചിന്തിക്കുവാനോ, ദൈവത്തിൻ്റെ മനസ്സെന്തെന്ന് ചിന്തിക്കുവാനോ, ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുവാനോ, ഈ ലോകത്തോട് അനുരൂപരാകരുതെന്നുള്ള ചിന്തയിലേക്ക് വരുവാനോ, ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് നടത്തിപ്പിനനുസരിച്ച് പോകരുതെന്ന നിലവാരത്തിൽ ഉറച്ചു നിൽക്കാനോ കഴിയാതെ വണ്ണം ഈ ഒരു വെള്ളത്തിൽ ഒരു ചത്ത മീന് ഒഴുകിപ്പോകുന്നത് പോലെ ഒരു നിയന്ത്രണവുമില്ലാതെ ഈ ലോകത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകുന്ന ജീവിതം എത്ര നാൾ ജീവിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. യേശു ക്രിസ്തു നിങ്ങളും ഞാനും ക്രൂശിന് ശത്രുക്കളായിരിക്കുമ്പോൾ, യേശു ക്രിസ്തു നിങ്ങളും ഞാനും ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ, യേശു ക്രിസ്തു നിങ്ങളും ഞാനും ദൈവത്തിന് സാക്ഷാൽ ശത്രുക്കളായിരിക്കുമ്പോൾ, നിങ്ങളും ഞാനും ദൈവത്തിന് അന്യരും പരദേശികളുമായിരിക്കുമ്പോൾ, നമുക്ക് വേണ്ടി മരിച്ചു എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത നിലനിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം നിലനിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ മരണകരമായ വേദന നിലനിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ നിങ്ങൾ എന്തനുഭവിക്കുന്നുണ്ടോ ആ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അതിനെയെല്ലാം മാറ്റിവെച്ച് കർത്താവിനെ നോക്കുവാൻ, കർത്താവിൻ്റെ മനസ്സുള്ളവരായി മാറുവാൻ, കർത്താവിൻ്റെ ആത്മാവിൽ ശരണപ്പെടുവാൻ, ഏൽപ്പിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പല പ്രിയപ്പെട്ടവരുമുണ്ട്, ഈ വിഷയമൊന്ന് മാറിയിട്ട് വേണം എനിക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലൊന്ന് ശരിയായിട്ട് മുന്നോട്ട് പോകുവാൻ. മരിച്ചവരെ കുഴിച്ചിടട്ടെ. താങ്കൾ ഒരു വിഷയത്തിൽ ക്രമീകരണം വന്നിട്ട് താങ്കൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറാം എന്ന നിലവാരത്തിൽ ജീവിച്ചാൽ, എൻ്റെ ജീവിത സാഹചര്യം വച്ച് ഈ പറയുന്നതിനനുസരിച്ചൊന്നും എനിക്ക് പോകാൻ പറ്റുന്നതല്ല. ഓരോ നിമിഷവും എന്നെ കുത്തുന്ന നിലവാരത്തിൽ എൻ്റെ സാഹചര്യം എൻ്റെ മുമ്പിൽ
വളരെ പ്രതികൂലമായി നിൽക്കുകയാണ് എന്ന നിലവാരത്തിൽ ചിന്തിക്കുകയും ആ സാഹചര്യത്തെ മാത്രം നോക്കി മുൻപോട്ടും പോവുകയാണ് എങ്കിൽ താങ്കൾ തോറ്റു. മരിച്ചവരെ കുഴിച്ചിടട്ടെ. എന്നാൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ കിടക്കുവാനല്ല, ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് പോകുന്നവരുടെ ഇടയിൽ കിടക്കുവാനല്ല. നമ്മൾ ഈ ലോകത്തിന്റെ കാലഗതിയും രീതിയും കാര്യങ്ങളും സ്വഭാവങ്ങളും എല്ലാം അനുകരിക്കുന്നവരാണ് എന്നറിഞ്ഞിട്ടും നമ്മെ വീണ്ടെടുത്ത് തൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുമ്പോൾ നാമും അതേ സ്വഭാവം കാണിക്കണം. നാം ആ സ്വഭാവം കാണിക്കണം. രോഗക്കിടക്കയിൽ പുഴുപിടയ്ക്കുന്ന വേദനയിലായിരിക്കുമ്പോഴും കർത്താവിനെ നോക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സമർപ്പണം നിന്റെയും എന്റെയും ജീവിതത്തിൽ വരണം. നാളെ ഉടുത്തിരിക്കുന്ന തുണി പോലും കടമായി പോയ അവസ്ഥയിൽ ഇറങ്ങിപ്പോകേണ്ടി വന്നാലും ഒരു രീതിയിലും ആ സാഹചര്യത്തെ വകവയ്ക്കാതെ കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിനെ നോക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെടുവാൻ കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് ബുദ്ധിയാലോചന പറഞ്ഞു തരികയാണ്. കർത്താവ് നമ്മെ എപ്രകാരം വീണ്ടെടുത്തുവോ അതേ ഭാവം നമ്മിൽ വെളിപ്പെട്ടേ പറ്റൂ. കർത്താവ് നമ്മെ വീണ്ടെടുത്തത് നമ്മുടെ സാഹചര്യ സമ്മർദ്ദങ്ങൾ നോക്കിയല്ല, നമ്മിൽ വിശുദ്ധി ഉണ്ടോ എന്ന് നോക്കിയല്ല, നാം ദൈവത്തെ അറിയുന്നവരാണോ എന്ന് നോക്കിയല്ല, നാം ദൈവത്തിന്റെ സുഹൃത്തുക്കളാണോ എന്ന് നോക്കിയല്ല, നാം ദൈവത്തിന് അനുരൂപരാകുന്ന നിലവാരത്തിൽ ചിന്തിക്കുന്നവരാണോ എന്ന് നോക്കിയല്ല. നാം ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് പോയപ്പോൾ, നാം ലോകത്തെ അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ, നാം ലോകത്തിന്റെ സ്വഭാവത്തിൽ ജീവിച്ചപ്പോൾ, നാം ദൈവത്തിന് ശത്രുക്കളായപ്പോൾ തന്നെ കർത്താവ് അതെല്ലാം പുറകിലെറിഞ്ഞു കളഞ്ഞ് തന്നിൽ ഒരു പുതുമനുഷ്യനായി കണ്ട് നമ്മെ വീണ്ടെടുത്തു. തൻ്റെ ശരീരമാക്കി താൻ നമുക്ക് തലയായി തൻ്റെ ആത്മാവിനാൽ നമ്മെ ഒരുമിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ചിന്തിക്കുന്ന നിലവാരത്തിൽ കർത്താവ് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്കും നിങ്ങൾക്കും രക്ഷ ലഭിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാണ്. നാം വിശുദ്ധരായപ്പോൾ അല്ല ദൈവം നമ്മെ വിശുദ്ധിക്കായി വിളിച്ചത്. നാം അശുദ്ധരായിരുന്നപ്പോൾ ദൈവം നമ്മെ വിശുദ്ധിക്കായി വിളിച്ചിരിക്കുകയാണ്. ആ വിശുദ്ധി എന്നത് ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ചുള്ള, ഈ ലോകത്തിന്റെ നിലവാരം അനുസരിച്ചുള്ള വിശുദ്ധിയല്ല. തിന്നരുത്, കുടിക്കരുത്, തുടരുത് എന്നുള്ള നിലവാരത്തിലുള്ള വിശുദ്ധിയല്ല. മറിച്ച് ദൈവം എന്താണോ ആ ദൈവത്തിന്റെ ഭാഗമായി തീരുന്ന വിശുദ്ധി പ്രാപിപ്പാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിനോട് അനുരൂപരായി തീരുക എന്നതാണ്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിനെ അറിയുക എന്നതാണ്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവസ്നേഹത്താൽ നിറയപ്പെടുക എന്നതാണ്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുള്ള ദൈവിക പരിജ്ഞാനം പ്രാപിച്ച്, ദൈവിക ജ്ഞാനം പ്രാപിച്ച്, ദൈവം നടത്തുന്ന നിലവാരത്തിൽ നടന്ന് ദൈവം വസിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ദൈവം എന്നേക്കുമായി വാഴുന്നു എന്ന് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഒരു കാര്യം കർത്തൃനാമത്തിൽ ഞാൻ പറയാം. നിങ്ങൾ ഓരോരോ കഷ്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴും, നിങ്ങൾ ഓരോരോ വിഷയത്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളും ഞാനും ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. എന്താണ് ദൈവത്തിന്റെ ഹിതം? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ ദൈവത്തിന്റെ ഹിതം മറ്റൊരു മനുഷ്യനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. യഥാർത്ഥ ദൈവഹിതം നിങ്ങൾക്ക് വ്യക്തമായ നിലവാരത്തിൽ നിങ്ങളുടെ മനസ്സിൽ രൂപാന്തരം സംഭവിക്കാൻ ആരംഭിക്കുമ്പോൾ, നിങ്ങളിൽ ക്രിസ്തുവിന്റെ മനസ്സ് വർദ്ധിക്കുമ്പോൾ,
മാത്രമേ നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി രൂപാന്തരം പ്രാപിക്കാൻ ആരംഭിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അതിനായി നിങ്ങളെ സഹായിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ദൈവത്തിന്റെ ഹിതം നിങ്ങൾക്ക് മനസ്സിലാകൂ. യഥാർത്ഥ ദൈവത്തിന്റെ ഹിതം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാകാൻ ആരംഭിച്ചാൽ യു വിൽ ഹാവ് എ ഗുഡ് സൗണ്ട് മൈൻഡ്. യഥാർത്ഥമായ നിലവാരത്തിൽ ദൈവത്തിന്റെ ഹിതം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരതയുള്ള ഒരു മനസ്സുണ്ടാകും. സ്ഥിരതയുള്ള മനസ്സെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മനസ്സാണ്. മനുഷ്യന്റെ മനസ്സ് സ്ഥിരതയുള്ളതല്ല. ഒരു മനുഷ്യൻ എത്ര ഉറച്ചു നിന്നാലും ആ മനുഷ്യൻ വെറും ഒരു ശ്വാസം മാത്രമാണ്. പലരും ദൈവഹിതം എന്തെന്നറിയാതെ ദൈവഹിതം എന്തെന്നറിയാനുള്ള ഓട്ടത്തിലാണ്. പലരും പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു, പലരും പല ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ അവരുടെ ജീവിത ലക്ഷ്യമായിട്ട് അതെല്ലാം എടുത്തു വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ, നന്മയും പൂർണ്ണതയുമുള്ള ദൈവപ്രസാദം എന്തെന്ന് തിരിച്ചറിയുവാൻ, മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പാൻ, ക്രിസ്തുവിനെ ശരിയായ രീതിയിൽ ഒന്ന് അറിയുവാൻ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുവിൻ എന്ന് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും 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 എന്നോടും നിങ്ങളോടും വ്യക്തമായ രീതിയിൽ ആലോചന അറിയിക്കുകയാണ്. ക്രിസ്തുവിന്റെ മനസ്സെന്തെന്നറിയാതെ പിതാവിന്റെ മനസ്സെന്തെന്നറിയാൻ കഴിയില്ല. കാരണം പിതാവിന്റെ മനസ്സാണ് ക്രിസ്തുവിന്റെ മനസ്സ്. ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തിയാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മനസ്സിലാക്കണം, നിങ്ങളൊരു മനുഷ്യനെ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയെ അടുത്തറിയുമ്പോഴാണ്. ആ വ്യക്തിയെ അടുത്തറിയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് നിങ്ങൾ പഠിക്കുകയാണ്. ആ മനുഷ്യന്റെ ബിഹേവിയർ നിങ്ങൾ പഠിക്കുകയാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുമോ അതനുസരിച്ചിരിക്കും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം. അപ്രകാരം തന്നെയാണ് ദൈവവുമായിട്ടും. കാരണം എന്താ ഞാനിത് പറയുന്നത്? നിങ്ങൾക്ക് ദൈവത്തിന്റെ മനസ്സിനെ അറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരുവാൻ തയ്യാറാണ്. ഞാനിത് സംസാരിക്കുമ്പോൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്, ഡു നോട്ട് കോപ്പി ദ ബിഹേവിയർ ആൻഡ് കസ്റ്റം ഓഫ് ദിസ് വേൾഡ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. എന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് ഞാനത് ഒന്നുകൂടെ ഒന്ന് വിവരിക്കാൻ പോവുകയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്, ലോകത്തോട് അനുരൂപരാകരുത്, ലോകത്തെ അനുകരിക്കരുത്, ലോകത്തിന്റെ നിലവാരത്തിൽ ജീവിക്കരുത് എന്നതിൻ്റെ അർത്ഥം എന്ത്? ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. എന്നാൽ ഇവിടെ വെറുക്കാൻ പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ സ്നേഹിക്കരുത്. ഇവിടെ വ്യക്തമായ രീതിയിൽ ഒരു പക്വതയോടെ കാര്യങ്ങളെ ആത്മീക നിലവാരത്തിൽ കാണുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. വെറുക്കേണ്ടതിനെ വെറുക്കുവാനും, ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുവാനും, പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കുവാനും, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുവാനും, ഓടേണ്ടിടത്തുനിന്ന് ഓടുവാനും, നിൽക്കേണ്ടിടത്ത് ഉറച്ചു നിൽക്കുവാനും, തല ഉയർത്തി നിൽക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കും. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ഒരാൾ തന്നെ മാത്രം, തൻ്റെ വിഷയങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, ഒരാൾ തൻ്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ, he will never realize what the mind of God is. He will never be able to love the God. ഒരു വ്യക്തി ലോകത്തെ സ്നേഹിച്ച് ദൈവത്തെ കുറിച്ച് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, ഉപവസിക്കുന്നവനായിരിക്കാം, അന്യഭാഷ പറയുന്ന വ്യക്തിയായിരിക്കാം, എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവ സ്നേഹം ഒരുവനിൽ വസിക്കാതിരുന്നാൽ അവനിൽ എന്തുണ്ടോ അതെല്ലാം വെറുതെ ആയി പോവും. ആ വ്യക്തിയിൽ
മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടെങ്കിലും സ്വർഗീയമായ ഏറ്റവും വലിയ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണമുള്ള കഴിവുണ്ടെങ്കിലും ശരി, ആ വ്യക്തിയുടെ ജീവിതം ഫെയിലിയർ ആയിരിക്കും. അങ്ങനെ ആകരുത് എന്നാണ് എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇടപെടുന്നത്. ഇവിടെ ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഡു നോട്ട് ലവ് ദ വേൾഡ് ഓർ എനിത്തിങ് ഇൻ ദ വേൾഡ്. ഇഫ് എനിവൺ ലവ്സ് ദ വേൾഡ്, ദ ലവ് ഓഫ് ഫാദർ ഈസ് നോട്ട് ഇൻ ഹിം. ഒരുവൻ ഈ ലോകത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, അതായത് ഈ ലോകമെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മെ സ്വയം സ്നേഹിച്ച് നമുക്ക് സ്വയം പ്രാധാന്യം കൊടുത്ത് നാം എന്ന ഒരു നിലവാരത്തിൽ മുമ്പോട്ട് പോയാൽ ഒരിക്കലും ദൈവസ്നേഹം നമ്മിലില്ല. ദൈവസ്നേഹം ഒരുവനിലില്ല എങ്കിൽ അവനിൽ ദൈവത്തിൻ്റെ മനസ്സില്ല. ദൈവസ്നേഹം ശരിയായ രീതിയിൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളവരായി രൂപാന്തരം പ്രാപിപ്പാൻ കഴിയൂ. ക്രിസ്തുവിൻ്റെ മനസ്സും ക്രിസ്തുവിൽ ഉള്ള സ്നേഹവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ദൈവസ്നേഹം അനുഭവിക്കുന്നവൻ ദൈവത്തിൻ്റെ മനസ്സെന്തെന്നറിയും. ദൈവത്തിൻ്റെ മനസ്സെന്തെന്നറിയുന്നവൻ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്നറിയും. ഈ സത്യത്തെ ഗ്രഹിച്ച് തന്നെ നാം മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഈ കാര്യങ്ങളെല്ലാം വീണ്ടും 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 പറയുന്നത് നിങ്ങളുടെ ഉള്ളിലോട്ട് അതങ്ങ് പതിക്കാൻ വേണ്ടിയാണ്. ഒരല്പമെങ്കിലും എവിടെയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ഇത് വളരും, ഉറപ്പാണ്. ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നത് പോലെ ഇത് വളരെ ചെറിയ നിലവാരത്തിലായിരിക്കാം ഉള്ളിലേക്ക് വരുന്നത്, പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ ഇത് മാറ്റും. ദിസ് മെസ്സേജ് ഹാവ് ദ പവർ ടു ചേഞ്ച് യുവർ ലൈഫ്. 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഫോർ ഓൾ ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ്, ദ ഡിസയർസ് ഓഫ് ദ ഫ്ലെഷ്, the desires of the eyes and the pride of life is not from the Father but from the world. ലോകത്തിന് അനുരൂപരാകരുത്, ഈ ലോകത്തിന്റെ നിലവാരത്തിൽ അനുസരിച്ച് നടക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഈ ലോകത്തിലുള്ളതെല്ലാം, അതായത് നമ്മുടെ ജഡത്തിന്റെ ആശകൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് വരുന്ന മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ഈ ജീവിതത്തിന്റെ പ്രതാപം എല്ലാം ദൈവത്തിൽ നിന്നല്ല, സ്വർഗീയ പിതാവിൽ നിന്നല്ല, മറിച്ച് അത് ഈ ലോകത്തിൽ നിന്നാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ജഡപ്രകാരമുള്ള പല പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും നമുക്കുണ്ട്. അതിനു പകരമായിട്ട് നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കേണ്ടതുണ്ട്. ഈ കണ്ണ് കാണുന്നതെല്ലാം നമുക്ക് വേണം എന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരുണ്ട്. എൻ്റെ കണ്ണ് കാണുന്നിടം എല്ലാം ദൈവം എനിക്ക് തരുമെന്ന് പോലും വിശ്വസിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ദൃഷ്ടി നമ്മുടെ ദൈവത്തിലേക്ക് മാത്രമായിരിക്കണം. ദൈവം തരുന്നത് മാത്രം സ്വീകരിക്കുവാൻ തക്കവണ്ണം സംതൃപ്തിയുള്ള ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറുവാൻ ക്രിസ്തുവിന്റെ മനസ്സും ദൈവത്തിന്റെ സ്നേഹവും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു ജീവിതമായി, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി നാം രൂപാന്തരം പ്രാപിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കർത്തൃനാമത്തിൽ വ്യക്തമായി പറയാം: ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തിയിൽ ക്രിസ്തുവിൻ സ്നേഹം വ്യക്തമായി കാണും. ക്രിസ്തുവിന്റെ മനസ്സും ക്രിസ്തുവിന്റെ സ്നേഹവും ഒരുപോലെ ഒരുവനിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഏത് സാഹചര്യത്തിലും സംതൃപ്തി ഉള്ളവനായിരിക്കും. അവൻ പുതിയ കാര്യങ്ങളുടെ പുറകെ പോകുന്നവനല്ല, അവൻ ദൈവത്തിന്റെ പുറകെ മാത്രം പോകുന്നവനായിരിക്കും. അവൻ ഏത് സാഹചര്യത്തിലും സംതൃപ്തി ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഏത് സാഹചര്യത്തിലും സന്തോഷമുള്ളവനായിരിക്കും. അവന്റെ സമാധാനത്തിന് ഒരു കുറവും വരില്ല. കാരണം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ആ വ്യക്തിയെ ഭരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ കൃപയാൽ വചനം വ്യക്തമായി പറയുകയാണ്: ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്, അതായത് ലോകത്തോട് അനുരൂപർ ആകരുത്.
ആരെങ്കിലും ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, സാക്ഷാൽ പിതാവിൻ്റെ സ്നേഹം ആ വ്യക്തിയിൽ ഇല്ല എന്ന് ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ ലോകത്തിലുള്ളതെല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒന്നും ഒഴിച്ചു നിർത്തിയിട്ടില്ല. ഈ ലോകത്തുള്ള എല്ലാം എന്തെല്ലാം ഉണ്ടോ, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ജഡത്തിൻ്റെ, ഈ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സെൽഫിൻ്റെ എന്തെല്ലാം ഇഷ്ടങ്ങളുണ്ടോ, നമ്മുടെ കണ്ണിന് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, അതെല്ലാം ഈ ജീവിതത്തിൻ്റെ എന്തെല്ലാം പ്രതാപങ്ങളുണ്ടോ, അതൊന്നും ദൈവത്തിൽ നിന്നല്ല, അതെല്ലാം ഈ ലോകത്തിനുള്ളതാണ്. ആ ഒരു നിലവാരത്തിൽ അതിനോട് അനുരൂപരായി പോകുന്ന അവസ്ഥ നമ്മിൽ വരരുതെന്ന് കർത്താവ് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതിനെന്താണ് വേണ്ടത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ക്രിസ്തുവിൻ്റെ മനസ്സിനെ വെളിപ്പെടുത്തുവാൻ ആരംഭിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ കൂടുതലായി അറിയുവാൻ ആരംഭിക്കും. നാം ക്രിസ്തുവിൻ്റെ മനസ്സനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ആരംഭിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മിൽ വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വെളിപ്പെടുത്തുന്നത് ദൈവസ്നേഹത്തിലൂടെയാണ്. അതായത് കയ്പുള്ള ഒരു മരുന്ന് കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കുമ്പോൾ അത് കുടിച്ച ഉടനെ ഒരല്പം പഞ്ചസാര ആ കുഞ്ഞിൻ്റെ നാക്കിലേക്ക് വച്ചു കൊടുക്കുന്നത് പോലെ നമുക്ക് ഈ ലോകവുമായുള്ള ബന്ധം, ഒരു മരം ഈ ഭൂമിയിൽ വേരുറച്ചു നിൽക്കുന്നത് പോലെയാണ് നമുക്കും ലോകവുമായുള്ള ബന്ധം. അവിടെ നിന്ന് നമ്മെ പിഴുതെടുത്ത് നമ്മെ കഴുകി വൃത്തിയാക്കുമ്പോൾ നാം വാടിപ്പോകാതിരിപ്പാൻ, നാം തളർന്നു പോകാതിരിപ്പാൻ, നാം പിന്മാറിപ്പോകാതിരിപ്പാൻ നമുക്ക് ദൈവം തന്റെ മനസ്സ് വെളിപ്പെടുത്തുമ്പോൾ തന്നെ തൻ്റെ സ്നേഹം കൊണ്ട് നമ്മെ പൊതിഞ്ഞു പിടിക്കുകയാണ്, നാം തകർന്നു പോകാതിരിപ്പാൻ. ദൈവത്തിൻ്റെ മനസ്സ് നമ്മിൽ വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വർദ്ധിക്കുമ്പോൾ ദൈവികമാകുന്ന ഒരു സംതൃപ്തിയിലേക്ക് നാം വരും. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വ്യക്തിയിൽ ക്രിസ്തുവിൻ്റെ നിലവാരത്തിലുള്ള ഒരു സംതൃപ്തി വെളിപ്പെടും. ക്രിസ്തേശുവിലുള്ള ആ ഒരു സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ നിലവാരത്തിൽ ഒരു ആത്മീക പക്വതയിലേക്ക് നമുക്ക് വരാൻ കഴിയൂ. ഒരുവൻ ആത്മീകമായ പക്വതയിലേക്ക് വരുവാൻ ആരംഭിക്കുമ്പോൾ, ഞാൻ വ്യക്തമായി പറയാം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പിശാചിന് സ്ഥാനമില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ മനുഷ്യൻ അടുത്ത നിമിഷം തിരിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് വരും. ആ മനുഷ്യൻ നിരന്തരം ക്രിസ്തുവിൻ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ സാത്താനെ കുറിച്ചുള്ള ചിന്തയില്ല, ബന്ധനത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, തടസ്സത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, കഷ്ടതയെക്കുറിച്ചുള്ള ചിന്തയില്ല. ആ മനുഷ്യൻ ഉയരത്തിലുള്ളത് മാത്രമേ ചിന്തിക്കൂ. ആ മനുഷ്യൻ ക്രിസ്തുവിനുള്ളത് മാത്രമേ ചിന്തിക്കൂ. അങ്ങനെ ഒരു ആത്മീക നിലവാരം ഉണ്ട് 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 വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആത്മീക നിലവാരം ഉണ്ട്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ തന്നെ നാളെ കൊല്ലും എന്നറിഞ്ഞിട്ടും സുഖമായി കിടന്നുറങ്ങിയത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തകർക്കപ്പെട്ട ശരീരമായിട്ടും ബന്ധിക്കപ്പെട്ടിരുന്നിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ടാണ് കർത്താവിന്റെ ശിഷ്യന്മാർ എല്ലാവരും തങ്ങളെ തന്നെ മരിക്കുവാൻ, മരണത്തിനായി കൊല്ലപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. പ്രിയമുള്ളവരെ, ഈ സത്യത്തെ രുചിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഈ സത്യത്തെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് മനുഷ്യരിലൂടെ അല്ല, മാനുഷികമായ ആശയങ്ങളിലൂടെ അല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നോളജിയിലൂടെ അല്ല. ഒരു ടെക്നോളജിക്കും ഇത് വെളിപ്പെടുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു മാനുഷിക ആശയങ്ങൾക്കും ഇത് വെളിപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു മനുഷികമായ ഒരു മനസ്സിനും ഇത് വെളിപ്പെടുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇത് 100% പരിശുദ്ധാത്മാവിനാൽ മാത്രം വെളിപ്പെടുന്നതാണ്. ഇത് ലോകത്തിന് അറിയാത്ത സത്യമാണ്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഈ ലോകം ഒഴിഞ്ഞു പോകും,
കാലവും സമയവും എല്ലാം നമ്മെ വിട്ട് മാറിപ്പോകും. മനസ്സിലാക്കുക, ഇന്ന് ഉള്ള ആഗ്രഹമല്ല നാളെ. അന്ന് ഒരിക്കൽ ആഗ്രഹിക്കും, അയ്യോ അന്ന് അങ്ങനെ സംഭവിച്ചില്ലല്ലോ എന്ന നിരാശയിൽ ജീവിക്കുന്നവർ പോലുമുണ്ട്. നിരാശകളെല്ലാം മാറ്റിവെക്കുക. ജീവിതത്തിൽ സംഭവിച്ച ഭാരങ്ങളും പരാജയങ്ങളും അപമാനങ്ങളെയും മാറ്റിവെക്കുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ദൈവത്തെ നാം ആയിരിക്കുന്ന നിലവാരത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നാം ദൈവത്തിന് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ആ ശത്രുത്വം നോക്കാതെ നമ്മെ തൻ്റെ മക്കളാക്കി മാറ്റിയ ആ ദൈവത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ സാഹചര്യമെല്ലാം എടുത്തു കളഞ്ഞിട്ട് ദൈവം എന്തു ചെയ്തുവോ അപ്രകാരം തന്നെ നമുക്കും ആകുവാൻ, നമുക്കും ഒരു മാതൃക കാണിപ്പാൻ നമുക്ക് ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ഇന്നു മുതൽ ദയവീത് ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ അങ്ങയുടെ മനസ്സെന്തെന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണം. അങ്ങയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ എനിക്ക് കഴിയണം. അതിലൂടെ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ എന്തെന്ന് എനിക്കൊന്ന് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണം. എൻ്റെ പരാജയത്തിൽ നിന്നുകൊണ്ട്, എൻ്റെ ഏത് തകർച്ചയിൽ നിന്നുകൊണ്ട് അങ്ങയെ അതെല്ലാം മാറ്റിവെച്ചിട്ട് അങ്ങയെ ഒന്ന് കാണുവാൻ എന്നെ സഹായിക്കണം. എൻ്റെ കാഴ്ചപ്പാടിന് ഒരു മാറ്റം തരണം, എനിക്കൊരു രൂപാന്തരം തരണം എന്നൊരു പ്രാർത്ഥനയിലേക്ക് പ്രിയപ്പെട്ടവരെ ഒന്ന് വരാമോ? നിങ്ങളുടെ ജീവിതം നശിച്ചു പോകില്ല. നിങ്ങളുടെ ജീവിതം ശാപമുള്ളതുമായിരിക്കില്ല. കാരണം ശാപം നിങ്ങളിൽ നിന്ന് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്താഗതി മാറിയാൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറിയാൽ നിങ്ങൾക്കത് ഗ്രഹിക്കുവാൻ, അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കും. ഇതാണ് സത്യം, ഇതാണ് സത്യം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. ബൈബിൾ സംബന്ധമായിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. നമുക്ക് പരസ്പരം ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.